നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ എടുത്തി? അച്ഛനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. ആണോ? നീ വേഗം ഹോസ്പിറ്റലിലേക്കൊന്ന് ചെല്ലോ. ബില്ലൊക്കെ അടയ്ക്കണ്ടേ? ശരത്തിനെ കൊണ്ട് അടപ്പിക്കാന്നാ അമ്മ പറയുന്നത്. അവനടക്കില്ല നമുക്കറിയാലോ. അതുകൊണ്ട് നീ വേണം ചെയ്യാൻ. അല്ല, എന്റെ കയ്യിൽ കാശ്. അതൊക്കെ ഞാൻ നിനക്ക് അയച്ചു തന്നോളാം മോളെ. ശരത്ത് കാരണം നമ്മൾ നാണം കിടാൻ പാടില്ലല്ലോ. ശരി എടുത്തേ. മരുന്നിനുള്ള കാശ് കൂടി ഞാൻ അയക്കുന്നുണ്ട്. തികഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഏട്ടത്തേക്ക് ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നോണ പറയണ്ട. എനിക്കറിയാം ഏട്ടത്തിയുടെ കയ്യിൽ കാശൊന്നും ഇല്ലാന്ന്. എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചു കാണുമല്ലേ? അല്ല, അത് കല്യാണ സമയത്ത് കുറച്ച് കാശ് ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കല്യാണം നടന്നില്ലല്ലോ. അതുകൊണ്ട് ആ കാശ് അതുപോലെ തന്നെയുണ്ട്. അത് ഭാഗ്യായി. അല്ലെങ്കിൽ എന്ത് ചെയ്താന്? അല്ലെങ്കിൽ കടം ചോദിക്കും, അല്ലെങ്കിൽ സ്വർണം പണയം വയ്ക്കും. എന്തായാലും ഒരു തടസ്സമില്ലാതെ അച്ഛനെ കൊണ്ടുവരണം. അത് നമ്മൾ ചെയ്തേ പറ്റൂ. നീ അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കുമെന്ന് എനിക്കറിയാം. ലീവ് എടുക്കാൻ പറ്റാത്തോണ്ട മോളെ. അല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്തേനെ. സാരമില്ല എടുത്തേ, ഞാൻ പോക്കോളാം. അപ്പൊ സമയം കളയണ്ട, വേഗം പോവാൻ നോക്ക്. ശരി എടുത്തേ. ശരി. അശ്രീകരം. ആരെങ്കിലും എവിടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴാണോ ഈ കുന്തം പിടിച്ചോണ്ട് നിൽക്കുന്നത്? ചേച്ചിയല്ലേ പറഞ്ഞത് ഇവിടെ എല്ലാം തൂത്തുവാരണോന്ന്? അത് പറഞ്ഞിട്ട് കുറെ നേരം ആയില്ലേ? ഇപ്പോഴാണോ കൊച്ചമ്മയ്ക്ക് സമയം കിട്ടിയത്? അടുക്കളയിലെ പണി തീർന്നപ്പോ ഈ നേരമായി. മാറി അവിടെ അങ്ങനെ പോയി നിക്കടി. ചേച്ചി അവിടെ ഇങ്ങനെ നിന്നോട്ടെന്നേ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. നീ അങ്ങനെ പറയൂ. നീ ഒരു പാവല്ലേ? എനിക്ക് തോന്നുന്നതേ ഇവൾ ഇവിടെ മനഃപൂർവ്വം വന്ന് നിന്നതാണെന്നാ. ആണോടി? ഒരിക്കലും അല്ല സിദ്ധുട്ട. ഏട്ടനല്ല, സിദ്ധു. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാനും വരട്ടെ സിദ്ധുണ്ടപ്പം? എങ്ങോട്ട്? ഓഫീസിലേക്ക്. വേണ്ട. നിന്റെ ആഗ്രഹം കള്ളാലോടി. വീട്ടിലും അവന് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഇനി ഓഫീസിലെ സ്വൈര്യക്കേട് കൊടുക്കാനാണോ? മക്കളെ, നീ പോവാൻ നോക്ക്. ഇവളങ്ങനെ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിലും ആര് കേൾക്കാൻ പോകുന്നു ചേച്ചി? എന്താടി കോക്കുന്നത്? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഇട്ടിട്ട് പോടി. ഇതിനൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ദിവസം ഞാൻ തിരിച്ചു തരും. അന്നത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അതിനു മുമ്പ് നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. ചില മന്ത്രവാദികളെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ നീ? അതുപോലെ നീ ഇവിടുന്ന് പറക്കും. നമുക്ക് നോക്കാം ആരാ പറക്കാൻ പോകുന്നെന്ന്. കൊറേയൊക്കെ ഞാൻ സഹിക്കും. എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എല്ലാരും പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കും. എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കും. അപ്പൊ അതാ നിന്റെ മനസ്സിലിരിപ്പല്ലേ? സൂക്ഷിക്കണമല്ലോടി നിന്നെ. സൂക്ഷിക്കണം. ഹാൻഡിൽ വിത്ത് കെയർ. അല്ലെങ്കിൽ ഹൈലി ഇൻഫ്ലേമബിളാ ഞാൻ. തീ പിടിക്കും. ഭൂം, ഒറ്റ കത്തൽ. അതിലെല്ലാവരും കത്തിച്ചാമ്പലാവും. ദൈവമേ. അടച്ചോ മോനെ? അടച്ചു എന്ന് പറഞ്ഞാ അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. കാർഡ് വർക്കാവുന്നില്ല. അയ്യോ, എന്റെ മിസ്റ്റേക്കല്ലമ്മേ. ഇവിടുത്തെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം. മറ്റേ വിഷയമില്ലേ ഇങ്ങനെ വരയ്ക്കുന്നത്, അതിന്റെ പ്രശ്നം. അല്ല മോനെ, അപ്പോ ഞാൻ കുറച്ച് ചൂടായി. ഒരു സ്വൈപ്പിംഗ് മെഷീൻ പോലും വർക്ക് ചെയ്യാത്ത ആശുപത്രി അടച്ചു പൂട്ടുക നല്ലതെന്ന് ഞാൻ പറഞ്ഞു. മാനേജർ വന്ന് സോറിയും പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? ഞാൻ വള ഊരിത്തരാം. എന്താ ഇത്? മെഷീൻ വർക്കാവത്തിന് വള ഊരിയൊന്നും വേണ്ടേ? പുറത്തുപോയി കാശ് എടുത്തോണ്ട് വന്നൂടെ? ATM കിടക്കുമല്ലേ? അമ്മ എനിക്ക് കുറച്ച് സമയം തരണം, ഞാൻ ഉടനെ വരാം.